കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഇതിൽ സർക്കാരിനടക്കം കോംപ്ലിസിറ്റ് ഉണ്ടോ എന്ന സംശയം ആർക്കും തോന്നാം. കാര്യം ശ്രീ വാസു ശ്രീ പിണറായി വിജയന്റെ അടുത്ത ആളാണ്, നമുക്കെല്ലാം അറിയാം. മറച്ചു വെക്കുന്നതിന് എന്താ കാര്യം? അതായത് പത്മകുമാർ സാറിനെ മറികടന്ന് ഡൽഹിയിലേക്ക് വിട്ടത് വാസു സാറിനെയാണ്. പിന്നീട് പ്രസിഡന്റുമായി വളരെ സുപ്രധാനമായൊരു സ്റ്റെപ്പാണ്. കാര്യം ഇതുവരെ ഉള്ളതിലെ ഏറ്റവും ഹൈ റാങ്കിങ് ഒഫീഷ്യലാണ് ശ്രീ വാസു. അദ്ദേഹത്തെ വർഷങ്ങളായി വ്യക്തിപരമായിട്ട് അറിയാം. വ്യക്തിപരമായി അദ്ദേഹത്തെ അപമാനിക്കുകയല്ല, പക്ഷേ ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് അദ്ദേഹം കൂട്ടുനിന്നു. അതിന്റെ ഭാഗമായി എന്ന് പറയുന്നത് മനസ്സ് വേദനയോടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ള അടക്കം അറസ്റ്റ് വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. ഹൈക്കോടതിയുടെ അന്വേഷണം, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നതെന്നുള്ള വലിയ സൂചനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് 2019 ആദ്യ സമയങ്ങളിൽ വളരെ ബോധപൂർവമായി ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് സ്വർണം ചെമ്പാണ് എന്ന് മാറ്റി എഴുതി 39 ദിവസങ്ങൾ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ സ്വർണത്തെ അല്ലെങ്കിൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊണ്ടുപോകാൻ അനുവാദമൊക്കെ കൊടുത്ത് കൃത്യമായൊരു മോഷണത്തിന് അവസരം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത കണ്ണിയിലെ ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് എത്രമാത്രം ഞെട്ടിക്കുന്നതാണ്. ഒരു കാര്യം ആലോചിച്ചു, എത്രമാത്രം ആഴത്തിലാണ് ഈ റോട്ട് പോയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ സഖാശ്രീ പിണറായി വിജയൻ അവരുടെ അടുത്ത ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെയാണ് സുപ്രീം കോടതിയിലെ കേസ് ഒരർത്ഥത്തിൽ അട്ടിമറിക്കാൻ ശ്രീ പിണറായി വിജയൻ അവർ ഇട്ടത്. അതായത് അഫിഡവിറ്റിൽ പോലും എഴുതാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ റേസ് ചെയ്യിക്കാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സാറിനെ മറികടന്ന് ഡൽഹിയിൽ പോയ ആള് വാസു സാറാണ്. അതിനുശേഷം വാസു സാറിന് അതിന്റെ ഒരു ഗിഫ്റ്റ് കൂടിയായിട്ടായിരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് വാസു സാറിൽ അവസാനിക്കില്ല. കാര്യം ഒറ്റ കാര്യം ദയവായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു പോളിസി ഡിസിഷനാണ്. അതായത് ഈ മോഷണം എന്ന് പറയുന്നത് നയപരമായൊരു തീരുമാനമാണ്. ശബരിമല അയ്യപ്പന്റെ തനി തങ്കത്തിൽ ക്ലാഡ് ചെയ്ത സാധനങ്ങൾ സ്വർണം പൂശിയതാക്കി മാറ്റിയാൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുകയും അറിയുകയും ഇല്ല എന്ന ധാരണയിൽ ഇവർ നടത്തിയ കൊള്ളയാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആണ് ഈ വിഷയം. അതെ രാഹുൽ ഈശ്വർ, വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് എത്രത്തോളം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. നമുക്ക് ഈ ചരിത്രം നോക്കുകയാണെങ്കിൽ 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന വ്യക്തിയാണ് അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. അതായത് അത്രയും സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് എൻ വാസു എന്ന് പറയുന്നത്. അതും ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് എൻ വാസു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരുമായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു മോഷണം അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഇനി വരുന്ന മൊഴികളിലും അതൊക്കെ തന്നെയല്ലേ ഇനി വ്യക്തമാകാൻ പോകുന്നത്. സർക്കാർ ശരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും സർക്കാർ പ്രതിസന്ധിയിലാവുകയല്ലേ? രണ്ട് കാര്യങ്ങൾ. സർക്കാരിന് എത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഒരു ഹൈ റാങ്കിങ് ഒഫീഷ്യൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ എത്രമാത്രം ഇതിനും മുകളിലേക്ക് ഇത് പോകുമോ എന്നൊരു സംശയം സ്വാഭാവികമല്ലേ. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഹീറോ നമ്മുടെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ആദ്യ അവസരത്തിൽ CPM-നോട് ബന്ധപ്പെട്ടവർ വളരെ ഡിസ്മിസീവായി കളിയാക്കുന്ന രീതിയിലും ഇതൊക്കെ വെറുതെ നിങ്ങൾ ഹൈപ്പപ്പ് ചെയ്യാണെന്ന രീതിയിലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇതിന്റെ പുറകിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ഉന്നത നേതൃത്വത്തിന്റെ പദവിയിൽ ഇരിക്കുന്നവരടക്കം ഉണ്ടെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നില്ലേ. ഹൈക്കോടതി 8ഓളം ഇടക്കാല വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു. അതായത് അതിനോടൊപ്പം ഈ സുഭാഷ് കപൂർ പോലുള്ള അന്താരാഷ്ട്ര സ്വർണ്ണ മാഫിയയുടെ ആൾക്കാരുടെ പേരുകൾ ആ വിധിന്യായത്തിൽ എഴുതി വരെ വെച്ചു. അത്രമാത്രം സീരിയസ് ആണ് ഈ വിഷയമെന്ന് ഹൈക്കോടതി പോലും സൂചിപ്പിക്കുക. അതുകൊണ്ട് ഇനിയും ഇതുകൊണ്ട് അവസാനിക്കരുത്. ഇനിയും ഇതിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഇനിയും ഇതിന്റെ ആഴത്തിലേക്ക് പോകണം. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വരണം. ഒറ്റ വരി പറഞ്ഞിട്ട് നിർത്താം. ഇത് എന്തുകൊണ്ടാണ് പോളിസി ഡിസിഷൻസ് പറയാൻ കാരണം, ഇതൊരു ജാഗ്രത കുറവല്ല. ഹൈക്കോടതിയുടെ വിധി തുടങ്ങുന്നത് തന്നെ ആദ്യ വരി തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതൊരു പ്രൊസീജിയർ എറർ ആണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് സ്വർണ്ണ കൊള്ളയാണ് നടന്നിരിക്കുന്നതാണ്. ശബരിമലയിൽ നിന്ന് സിസ്റ്റമാറ്റിക്കായി സ്വർണം അടിച്ചു മാറ്റാനും അവിടുത്തെ ഡിവൈൻ വാല്യൂ വെച്ച് പല ആൾക്കാർക്കും മറച്ചു വിൽക്കാനും വ്യാജ കാര്യങ്ങൾ ഉണ്ടാക്കാനുമാണ്. ഞാൻ വളരെ വേദനയോട് ഒരു വാക്ക് വീണ്ടും ഉറപ്പിച്ചു സൂചിപ്പിക്കട്ടെ, ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വേണമെങ്കിൽ ഭംഗിവൽക്കരിച്ച് റെപ്ലിക്ക എന്ന് പറയാം, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണ്ണ കഥകും ഒറിജിനൽ സ്വർണം പതിച്ച ചെമ്പ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും മിസ്സിംഗ് ആണ്. അത് എവിടെയാണെന്ന് നമുക്ക് ഇന്നും അറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നിലേക്ക് മാത്രം കുറ്റം ചുരുക്കാനും ഒതുക്കാനുമാണ് നോക്കുന്നത്. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകണം. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കണം. വാസു സാറിനെ പോലെ സീനിയറായ ഒരു വ്യക്തി അറസ്റ്റിലായാൽ ഇതിലും പുറകിൽ ആളുകളുണ്ടെന്ന് സംശയിക്കാനും അനുമാനിക്കാനും നമുക്ക് കഴിയും. കൂടുതൽ ജയകുമാർ സാറിന്റെ ഉത്തരവ് നിയമനത്തെ ഒക്കെ സ്വാഗതം
സ്വാഗതം ചെയ്യുന്നു, എല്ലാ വിശ്വാസികളും സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നടത്തിയ കൊള്ളയ്ക്ക് പരിഹാരമാകില്ല, അതുകൊണ്ടൊന്നും നടന്ന കള്ളത്തരങ്ങൾക്ക് പരിഹാരമാകില്ല. അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി, ആ ഡിവൈൻ വാല്യൂ ഉള്ള കാര്യങ്ങൾ എവിടെ പോയി, ആർക്കൊക്കെ മറച്ചു വിറ്റു തുടങ്ങിയ കാര്യങ്ങൾ വരണം. ഹൈക്കോടതിയിൽ പൂർണ്ണമായിട്ടും വിശ്വാസം രേഖപ്പെടുത്തുന്നു. ഹൈക്കോടതിയുടെ ഈ അന്വേഷണ സംഘം ശക്തമായി മുമ്പോട്ട് പോയി ഇതിന്റെ പിന്നിലുള്ള 1 ഗ്രാമെങ്കിലും അയ്യപ്പനിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, മാതൃകാപരമായി ശിക്ഷിക്കുകയും നമ്മുടെ ദേവസ്വം സംവിധാനങ്ങൾ ഉടച്ചു വാർക്കുകയും വേണം.